ഷേർഖാന്റെ പിന്നാലെ ഒരു സ്ഥലത്തെത്തി. അവിടെ നിന്നും ഷേർഖാൻ പറഞ്ഞതനുസരിച്ച് വെള്ളപ്പൂക്കൾ പറിച്ചെടുത്തു. എന്നിട്ട് അത് കുളക്കരയിലേക്ക് കൊണ്ടുവന്നു. ഷേർഖാൻ എല്ലാ മൃഗങ്ങളോടും ഓരോ പൂക്കൾ വീതം കഴിക്കുവാൻ പറഞ്ഞു. പൂക്കൾ കഴിച്ചതോടെ അവരുടെ വയറുവേദന ക്ഷണനേരം കൊണ്ട് പമ്പ കടന്നു. എല്ലാവർക്കും സന്തോഷമായി. ഇനി എങ്ങനെയാണോ നിങ്ങൾ മഞ്ഞപ്പൂക്കൾ അരിഞ്ഞ് പൗഡർ ഉണ്ടാക്കിയത്, അങ്ങനെ തന്നെ ഈ പൂക്കളുടെയും പൗഡർ ഉണ്ടാക്കുക. ഷേർഖാൻ പറഞ്ഞത് കേട്ട് 3 പേരും അതുപോലെ തന്നെ വെള്ളപ്പൂക്കൾ അരച്ച് വെയിലത്ത് വെച്ചുണക്കി അതിന്റെ പൗഡർ ഉണ്ടാക്കിയെടുത്തു. എന്നിട്ട് ആ പൗഡർ കുളത്തിന്റെ 4 കോണിലേക്കും ഇട്ടു. പിറ്റേ ദിവസം രാവിലെ മൃഗങ്ങളെല്ലാവരും കുളക്കരയിലെത്തിയപ്പോൾ കുളത്തിലെ വെള്ളം തെളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. ആദ്യം ഞാനിത് കുടിച്ചു നോക്കാം. എനിക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ദാഹം ശമിപ്പിച്ചുകൊള്ളൂ. ഷേർഖാൻ കുറച്ചു വെള്ളം കുടിച്ചു. എല്ലാ മൃഗങ്ങളും അദ്ദേഹത്തെ നോക്കുകയായിരുന്നു. ഒരു മാറ്റവും സംഭവിക്കുന്നുണ്ടായിരുന്നില്ല. വെള്ളത്തിന് കുഴപ്പമൊന്നുമില്ല. ഇനി നിങ്ങളും കുടിച്ചോളൂ. മൃഗങ്ങൾക്കെല്ലാം സന്തോഷമായി. വെള്ളം കുടിച്ച് തങ്ങളുടെ ദാഹം ശമിപ്പിച്ചു. മൂണ്ടുകുരങ്ങനും ചോട്ടുമാനും രാമു ആനയും ഇത് കണ്ട് ഒരുപാട് സന്തോഷിച്ചു. ഷേർഖാൻ, അങ്ങ് ശരിക്കും കാട്ടിലെ ഏറ്റവും യോഗ്യനായ മൃഗമാണ്. അങ്ങയോട് മത്സരിക്കാൻ ഞങ്ങൾ ആരും തന്നെ യോഗ്യരല്ല. മൂണ്ടുകുരങ്ങന്റെ വാക്കുകൾ കേട്ട് എല്ലാ മൃഗങ്ങൾക്കും സന്തോഷമായി. ഷേർഖാനും ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അപ്പോ ഞാൻ കാട്ടിലെ രാജാവാകാൻ യോഗ്യനാണോ? അതോ ഇനിയും കാട്ടിൽ ഇലക്ഷൻ നടത്തണമെന്നുണ്ടോ? വേണ്ട ഷേർഖാൻ, ഇനി ഈ കാട്ടിൽ ഒരു ഇലക്ഷനും വേണ്ട.